ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം അവസാനിച്ചപ്പോൾ മത്സരത്തിൽ വിജയം നേടി ഇന്ത്യ സെമിഫൈനലിൽ ഉറപ്പിക്കുകയും പരാജയത്തോടെ പാകിസ്ഥാൻ ടൂർണമെന്റിന്റെ പുറത്തേക്ക് പോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദുബായ് സ്റ്റേഡിയത്തിലെ പിച്ച് നമ്പർ 4-ലായിരുന്നു ഇന്നലെ മത്സരം നടന്നത്. ടോസ് ലഭിച്ച പാകിസ്ഥാൻ മത്സരം രണ്ടാം ഇന്നിംഗ്സിൽ സ്ലോ ആകും എന്ന് കരുതിയായിരുന്നു ബാറ്റിംഗ് എടുത്തത്. ബാബർ ഇമാം ഓപ്പണിംഗ് ജോഡി കരുതലോടെയുള്ള തുടക്കമായിരുന്നു പാകിസ്ഥാന് കൊടുത്തത്. വലിയ രീതിയിലുള്ള അറ്റാക്കിംഗ് തുടക്കത്തിൽ കാണാൻ സാധിച്ചില്ല. പതിയെ സെറ്റായി ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാനായിരുന്നു രണ്ടുപേരും ശ്രമിച്ചത്. പക്ഷേ സ്കോറിംഗ് റേറ്റ് ഉയർത്താൻ നോക്കിയപ്പോഴേക്കും ബാബറും തൊട്ടു പിന്നാലെ അനാവശ്യ റണ്ണൌട്ടിൽ ഇമാമും പുറത്തായതോടെ പാകിസ്ഥാൻ ഇന്നിംഗ്സ് വീണ്ടും സ്ലോ ആയി മാറി. ടെസ്റ്റ് ക്രിക്കറ്റിന് സമാനമായ രീതിയിലായിരുന്നു പിന്നീട് 10-15 ഓവറിൽ റിസ്വാൻ സൗത്ത് ഷക്കീൽ ജോഡി മത്സരം മുന്നോട്ട് കൊണ്ടുപോയത്. സ്പിന്നേഴ്സിനെതിരെ സ്വീപ്പ് ഷോട്ട് നന്നായി കളിക്കുന്ന ഈ രണ്ടുപേരും ക്രീസിലുള്ള സമയത്ത് ഫാസ്റ്റ് ബോളേഴ്സിനെ തന്നെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിച്ച രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയും പാകിസ്ഥാന്റെ റൺ റേറ്റ് നന്നായി കുറച്ചു. 10 മുതൽ 20 വരെയുള്ള ഓവറുകളിൽ വെറും 2.7 ആയിരുന്നു പാകിസ്ഥാന്റെ സ്കോറിംഗ് റേറ്റ്. എന്നാൽ ഇതിനുശേഷം സ്പിന്നേഴ്സിനെ റിസ്വാൻ തിരിഞ്ഞു പിടിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് പാകിസ്ഥാൻ സ്കോറിംഗ് ഉയർന്നു. 300-നടുത്തുള്ള ടോട്ടൽ പാകിസ്ഥാൻ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോയപ്പോഴായിരുന്നു അടുത്ത തകർച്ച ടീമിന് വന്നത്. റിസ്വാൻ, ഷക്കീൽ തുടങ്ങി 2 സെറ്റ് ബാറ്റേഴ്സും തയ്യബ് താഹിറും 4 ഓവറിന്റെ വ്യത്യാസത്തിൽ പുറത്തായതോടെ 165-ന് 5 എന്ന നിലയിലേക്ക് പാകിസ്ഥാൻ തകർന്നു. പിന്നീട് കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീണതോടെ 141-ൽ പാകിസ്ഥാന്റെ ഇന്നിംഗ്സ് അവസാനിക്കുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ ടോട്ടൽ ബോളിംഗ് പെർഫോമൻസ് മികച്ചതായി തോന്നിയെങ്കിലും മിഡിൽ ഓവേഴ്സിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വരുണിനെ പോലെ ഒരു ഇമ്പാക്റ്റ് സ്പിന്നർ ടീമിലേക്ക് വരുന്നത് നല്ലതായിരിക്കും എന്ന് മത്സരം കണ്ടപ്പോൾ തോന്നിയിരുന്നു. ഇനി മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടോസിന്റെ സമയത്ത് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചതുപോലെ പിച്ച് സ്ലോ ആകാതെ ഡീസന്റ് ആയി തന്നെ തുടർന്നപ്പോൾ ആദ്യ വിക്കറ്റിൽ 31 റൺസും രണ്ടാം വിക്കറ്റിൽ 100 റൺസും നേടി ഇന്ത്യ മത്സരം ഏറെക്കുറെ പരിധിക്ക് കൊണ്ടുവന്നു. ഷഹീൻ അഫ്രീദി, അബ്രാർ തുടങ്ങിയവരുടെ 2 മാജിക്കൽ ഡെലിവറികളായിരുന്നു രോഹിത്, ഗിൽ എന്നിവരെ പുറത്താക്കിയത്. എന്നാൽ ചേസ് മാസ്റ്റർ കോഹ്ലിയും ഇൻഫോം ബാറ്റർ ശ്രേയസും 3-ാം വിക്കറ്റിൽ ഒത്തുചേർന്നതോടെ അനായാസ വിജയം ഇന്ത്യ നേടിയെടുക്കുകയാണ് ചെയ്തത്. 114 റൺസിന്റെ കൂട്ടുകെട്ടാണ് 20 ഓവറിൽ ഇവർ ചേർത്തത്. പാകിസ്ഥാനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ ഇന്നിംഗ്സിൽ ഉടനീളം കാഴ്ചവെച്ച സ്കോറിംഗ് ഇൻഡന്റ് ആയിരുന്നു മത്സരത്തിലെ ഡിഫറൻസായി മാറിയത്. കണ്ടമാനം ഡോട്ട് ബോൾ കൺസ്യൂം ചെയ്ത് പതിയെ ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കുക എന്ന പഴഞ്ചൻ ഗെയിം പ്ലാൻ ആയിരുന്നു പാകിസ്ഥാൻ ഇന്നലെ പുറത്തെടുക്കാൻ ശ്രമിച്ചത്. ഒരിക്കൽ പോലും സ്കോറിംഗ് സ്റ്റഡിയായി കൊണ്ടുപോകാനോ അറ്റാക്കിംഗ് മോഡിലേക്ക് മാറാനോ റണ്ണ ബോൾ ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകാനോ പാകിസ്ഥാന് സാധിച്ചില്ല. പാകിസ്ഥാനെതിരെ ഒരിക്കൽ കൂടി കോഹ്ലി സ്റ്റെപ്പ് ചെയ്തപ്പോൾ 14,000 ODI റൺസ് എന്ന കടമ്പയും ഏകദിനത്തിലെ 52ാമത്തെ സെഞ്ചുറിയും കോഹ്ലി തികച്ചു. പെഷവാറിൽ നടക്കുന്ന ഒരു ലോക്കൽ ക്ലബ് മാച്ചായി മാത്രമേ ഇന്ത്യക്കെതിരെയുള്ള മത്സരം കാണുള്ളൂ എന്ന് പറഞ്ഞ കുഷ്ഠിർ ഷായുടെ കോൺഫിഡൻസിന്റെ 10-1 പെർഫോമൻസ് പോലും ഗ്രൗണ്ടിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചില്ല. എന്തായാലും ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്യുന്ന പാകിസ്ഥാൻ രണ്ടാം മത്സരത്തിൽ തന്നെ പുറത്തേക്കുള്ള വഴി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സൗത്ത് ഷക്കീൽ, റിസ്വാൻ എന്നിവരുടെ പിൻബലത്തിൽ 241 ആയിരുന്നു ടോസ് നേടിയ പാകിസ്ഥാൻ എടുത്തത്. മറുപടി ബാറ്റിംഗിൽ കോഹ്ലി മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ 43-ാം ഓവറിൽ ഇന്ത്യ വിജയം കണ്ടു. കോഹ്ലി തന്നെയാണ് കളിയിലെ താരം.